മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയാണ് തവനൂരിലെ ഇത്തവണത്തെ UDF സ്ഥാനാർത്ഥി. അദ്ദേഹം പ്രചരണത്തിന്റെ തിരക്കിലാണ്. ഓട്ടപ്രദർശനമാണല്ലോ എല്ലായിടത്തും അല്ലേ? അതെ, തവനൂർ നിയോജകമണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിച്ചു വരികയാണ്. വലിയ പ്രതീക്ഷയോടുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വലിയ പ്രതികരണമാണ്. തവനൂർ മണ്ഡലം ഒരു മാറ്റം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 15 വർഷക്കാലത്തെ തുടർച്ചയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവണം എന്ന് തവനൂർ ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. വലിയ പ്രതികരണമാണ്. എങ്ങനെയുണ്ട് ആളുകളെയൊക്കെ പരിചയപ്പെടുമ്പോൾ? നല്ല ആവേശകരമായ പ്രതികരണമാണ്. മണ്ഡലത്തിൽ ഇതിനു മുമ്പ് തന്നെ പ്രകാശേട്ടൻ മത്സരിക്കുമ്പോൾ മണ്ഡലത്തിൻ്റെ മുക്കിലും മൂലയിലും ഒരു പൈലറ്റ് പ്രാസിംഗിനായിട്ട് വന്നിട്ടുള്ള അനുഭവമുണ്ട്. അതിൻ്റെ നേതാക്കന്മാരൊക്കെ ആയിട്ടുള്ള ഹൃദയബന്ധമുണ്ട്. നല്ലൊരു പ്രതികരണം. തവനൂരിൽ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതിരൂക്ഷമായ കുടിവെള്ള പ്രശ്നമുണ്ട്. കുടിവെള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ തവനൂർ നിയോജകമണ്ഡലം പുഴകളാലും നദികളാലും വലയം ചെയ്യപ്പെട്ടൊരു മണ്ഡലമാണ്. ഭാരതപ്പുഴയുടെ സാന്നിധ്യമൊക്കെ ഉണ്ട്. പക്ഷേ ചമ്രവട്ടം പദ്ധതി കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അഴിമതി പാലമായി ചമ്രവട്ടം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. ആ പദ്ധതിയിലെ ചോർച്ചയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ വിഷയം. ചമ്രവട്ടം പദ്ധതിയിലെ ചോർച്ച, അതിന് കാരണക്കാരായ ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകൾ ചോർത്തിയെടുക്കും എന്ന് തന്നെയുള്ള പ്രതീക്ഷയിലാണ്. ചോർത്ത് അടച്ചിട്ടില്ല, ഒരു തരത്തിലും ചോർച്ച അടച്ചിട്ടില്ല. ഫണ്ട് വെച്ചിട്ടുള്ളൂ, ചെയ്തിട്ടില്ല. ഇനി ചെയ്താലും അത് തീർക്കാൻ കഴിയാത്ത രീതിയിൽ അശാസ്ത്രീയമാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. ഈ പ്രചരണം തുടങ്ങാൻ കുറച്ച് വൈകിയതിൻ്റെ ഒരു പ്രശ്നം തോന്നുന്നുണ്ടോ? ഒരു പ്രശ്നമില്ല. ഞങ്ങൾ UDF എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജ്ജമായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞങ്ങളതിന് സജ്ജമായിരുന്നു. കാരണം ജനങ്ങൾ നല്ല പ്രതികരണത്തിലാണ്. കാരണം ജനങ്ങളെല്ലാം 10 കൊല്ലം കൊണ്ട് അനുഭവിച്ച് തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ തീരുമാനം നടപ്പിൽ വരുത്താനുള്ള സമയം മാത്രമേ ഉള്ളൂ. അതിന് ദിവസങ്ങൾ കുറഞ്ഞു കിട്ടിയത് ജനങ്ങളൊരു അനുഗ്രഹമായി കാണുകയാണ്. കാരണം തെരഞ്ഞെടുപ്പ് എത്രയും വേഗം വരണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന ആളുകളാണ്. ഒരു കാത്തിരിക്കുകയാണ്. പോളിംഗ് ബൂത്തിലേക്ക് ഓടിച്ചെന്ന് ഈ പ്രതിഷേധം രേഖപ്പെടുത്താൻ കാത്തിരിക്കുകയാണ്. ജലീൽ 4ാം തവണയാണ് മത്സരിക്കുന്നത്. അത് അദ്ദേഹത്തിന് അഡ്വാൻറ്റേജ് ആയിട്ടാണോ കാണുന്നത്, അതോ താങ്കൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ടാണോ കാണുന്നത്? അത് തവനൂരിൽ എന്താ വെച്ചാലും അദ്ദേഹം 4 തവണ മത്സരിച്ചാൽ 5 തവണ മത്സരം തവനൂരിലൊരു മെച്ചമില്ല. തവനൂർ ഒരു വികസനമല്ല. 140 നിയോജകമണ്ഡലങ്ങളിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോലും ഇല്ലാത്ത ഏക നിയോജകമണ്ഡലം കേരളത്തിലെ തവനൂർ നിയോജകമണ്ഡലമാണ്. എടുത്തു കാണിക്കാൻ ഒരു വികസനമില്ല. സ്നേഹപാത പോലെയുള്ള ശ്മശാനം, കാട് പിടിച്ചു കിടക്കുന്ന പാർക്കുകളും ചോർന്നുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടപ്പിലാക്കിയിട്ടും ചോർന്നുകൊണ്ടിരിക്കുന്ന ചമ്രവട്ടം അല്ലാതെ എടുത്തു കാണിക്കുന്ന ഒരു പദ്ധതിയില്ല. വികസന മുരടിപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ മണ്ഡലത്തിലെ കാര്യങ്ങൾ. പിന്നെ 5 വർഷം ഇവിടെ MLA ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ ഒന്നും കണ്ടിട്ടില്ല. അദ്ദേഹം മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോയ ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം മടങ്ങി വന്നത് എന്നാണ് അദ്ദേഹം ജനങ്ങളോട് വിശദീകരിക്കേണ്ടത്. ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന മണ്ഡലം കൂടിയാണ് തവനൂർ. പ്രത്യേകിച്ച് ജോയി ഇവിടെ മത്സരിക്കുന്നു. പലരും തിരുവരങ്ങാടി ആന്റണി മത്സരിച്ചതിൻ്റെ ഒരു കഥയൊക്കെയാണ് പലരും പങ്കുവെക്കുന്നത്. എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തേക്കാണ്? തീർച്ചയായും മലപ്പുറത്തെ അപമാനിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മലപ്പുറത്തെ മതത്തിൻ്റെ പേരിലും ജാതിയുടെ പേരിലൊക്കെ ചാപ്പയടിച്ച് അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള മറുപടിയാണ്. മതസൗഹാർദ്ദത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് ഈ മണ്ണ് നൽകുന്നത്. ഇത് റിയൽ മലപ്പുറം സ്റ്റോറി, കേരള സ്റ്റോറി ഇതാണ് എന്ന് മലപ്പുറം തെളിയിക്കും. വിജയപ്രതീക്ഷയുടെ ജോയുടെ പ്രചരണം പുരോഗമിക്കുകയാണ്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.